ഉയർന്ന ആത്മവിശ്വാസത്തിലോ എന്നാണ് ചോദ്യം. ശ്രീ ആത്മവിശ്വാസത്തിലാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് പറയുന്നത് 2016 ഇലക്ഷൻ്റെ സമയത്ത് SNDP BDJSൻ്റെ ഒരു പാർട്ടിയായിട്ടുണ്ടായി മുന്നോട്ട് പോകുന്ന സമയമാണ്. SNDP അല്ല, വെള്ളാപ്പള്ളി നടേശൻ. അപ്പം ആ സമയത്ത് താമരയിൽ കുടത്തിൽ താമര വിരിക്കാനുള്ള കഷ്ടപ്പാടിലായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. അന്ന് വെള്ളാപ്പള്ളി നടേശൻ CPMൻ്റെ കൂടെ ഇല്ല. NSS അന്ന് CPMൻ്റെ കൂടെയോ ഇടതുപക്ഷത്തിൻ്റെ കൂടെയോ ആ സമയത്തും ഇല്ല. കാരണം അന്ന് താക്കോൽ സ്ഥാനത്ത് രമേശ് ചെന്നിത്തലേനെ നിശ്ചയിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയമാണ്. അപ്പോൾ CPM ഒരു കാലത്തും ഈ പറയുന്ന മതസംഘടനകളുടെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച കാലങ്ങളുണ്ടായിട്ടില്ല. പല കാലങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 2021 ശരിക്കും ഉമ്മൻചാണ്ടിയുടെ നല്ല ഭരണം എന്ന് പറയുന്ന കാലത്ത്, കാരണം ഉമ്മൻചാണ്ടിയെ വലിയ രീതിയിൽ അറ്റാക്ക് CPM നടത്തുന്നു, സോളാർ വിഷയം പറയുന്നു, അങ്ങനെ വലിയ രീതിയിൽ അദ്ദേഹത്തെ വേട്ടയാടുന്നു എന്ന് പറയുന്ന കാലത്തും ഏറ്റവും കൂടുതൽ കോൺഗ്രസിൻ്റെ മുൻ ഭരണകാലത്തെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വികസനം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ഒരു ഭരണസമിതിയും കൂടെ ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് വേണമെങ്കിൽ പറയാം. 11-16 എന്ന് പറയുന്ന കാലത്ത് ആ സമയത്ത് CPM ജയിച്ച് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ സമയത്ത് SNDP ഇല്ല, NSS ഇല്ല, ഒരു സംഘടനാ സംവിധാനങ്ങളും ഇല്ല. ആ സമയത്താണ് CPM ഇടതുപക്ഷം ഈ പറയുന്ന 2016 അധികാരത്തിൽ പിണറായി വിജയൻ സർക്കാർ വരുന്നത്. ആ സമയത്ത് ആ അവസാനത്തെ മാസങ്ങൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. ആ സമയങ്ങളിൽ മുഴുവൻ ഉദ്ഘാടനങ്ങളാണ്. വിഴിഞ്ഞത്തിൻ്റെ ഉദ്ഘാടനം, എറണാകുളത്ത് മെട്രോൻ്റെ ഉദ്ഘാടനം, കണ്ണൂർ എയർപോർട്ട് ഇല്ലാത്ത സ്ഥലത്ത് എയർപോർട്ട് ഉദ്ഘാടനം, അങ്ങനെ ഉദ്ഘാടനങ്ങളോട് ഉദ്ഘാടനമാണ്. അതിനുശേഷം 2016 ഇലക്ഷന് വന്നതിന് ശേഷം നമ്മൾ കാണുന്നൊരു മാറ്റം എന്താണെന്ന് പറയുക. കേരളത്തിൻ്റെ 2018 പ്രളയം ഉണ്ടായി കേരളത്തിൽ, 2021 കോവിഡ് ഉണ്ടായി കേരളത്തിൽ, വലിയ രീതിയിൽ അത്യാഹിതങ്ങളെല്ലാം ഉണ്ടായ കാലമാണ്. ഈ കാലങ്ങളിലെല്ലാം മുന്നോട്ട് വന്നത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് അതിൻ്റെ എന്തെങ്കിലും പരിണിത ഫലം കേരളം അനുഭവിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒന്നും അനുഭവിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഒരു മലയാളിക്കും അതിനെക്കുറിച്ച് ഓർമ്മ പോലും ഇല്ലാത്ത കാലമാണ്. അങ്ങനെ ഓർക്കുന്നു പോലും ഇല്ല മലയാളി. 2018 അങ്ങനെ ഒരു പ്രളയം ഉണ്ടായെന്നും 2021 കോവിഡ് ഉണ്ടായെന്ന് പോലും ഓർക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ആ ഓർക്കാത്ത വിധത്തിൽ കേരളത്തിലെ ജനസംവിധാനങ്ങളെ മാറ്റാൻ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. ഈ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേ ആയിരുന്നു. നാഷണൽ ഹൈവേൻ്റെ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു മാത്രമല്ല, സ്ഥലം ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞത് ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാരാണ് എന്ന് ആയതുകൊണ്ട് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. 45 മീറ്റർ വീതിയിൽ നാഷണൽ ഹൈവേ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം. ചിലപ്പോൾ അതിൻ്റെ പണം കൂടുതൽ മുടക്കിയത് കേന്ദ്ര സർക്കാരായിരിക്കാം. നാഷണൽ ഹൈവേ ആണല്ലോ, അവരാണ് മുടക്കേണ്ടത്. പക്ഷേ എന്താണ് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത്? ഇതിന് മുൻപിൽ നിന്നതും അദ്ദേഹത്തോട് ആൾക്കാർ പോയി ചോദിക്കുന്നില്ലല്ലോ. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം ഇത് UDF സർക്കാരിൻ്റെ കാലത്താണ് നടപ്പിലാക്കാൻ വരുന്നെങ്കിലുണ്ടല്ലോ, മലപ്പുറത്തെത്തുമ്പോൾ ലീഗ് ഇടപെടും, അതിനകത്ത് തൊടണ്ടെന്ന് പറയും. കോട്ടയത്തെത്തുമ്പോൾ പിന്നെ MC ആ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ആരിടപെടും? കേരള കോൺഗ്രസ് ഇടപെടും. ഇതിനകത്ത് ഈ പരിപാടി നടക്കില്ല എന്ന് പറയും. അങ്ങനെ പല സ്ഥലങ്ങളിലും വികസനത്തെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഘടകകക്ഷികൾ ഇടപെട്ട് ബ്ലോക്ക് ചെയ്യലാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. എന്താണ് ഞാൻ പറയുന്നത്? ഈ ബാർക്കോഴ കേസ് വരുന്ന സമയത്ത് ഈ CPMൻ്റെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തെ ഒരു ഘടകകക്ഷിക്കെതിരെയായിട്ട് ഒരു ബാർക്കോഴ കേസാണ് വരുന്നതെങ്കിൽ അതിനെ ഒറ്റക്കെട്ടായി നിന്ന് നേരിടുക ചെയ്യുക. UDFൻ്റെ ഭാഗത്ത് അങ്ങനെയല്ല. UDFൻ്റെ ഭാഗത്ത് KM മാണിക്കെതിരെ വന്നാൽ KM മാണി അനുഭവിച്ചോളുക, KM മാണി രാജിവെച്ചോളുക, KM മാണി കുടുങ്ങിക്കോളുക. ഇതൊരു ശൈലിയാണ് കോൺഗ്രസ്, UDFൻ്റെ ശൈലിയാണ്. ആരൊറ്റപ്പെടുന്നോ, ആര് പ്രശ്നത്തിൽ പോകുന്നോ അവരെ തള്ളി പറഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് UDFൻ്റെ ശൈലി. ആ ശൈലി വെച്ചിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് എന്താണ് കേരളത്തിൽ വികസനം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഞാൻ നിങ്ങളൊരു ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് കേരളത്തിലെ വ്യവസായികളുടെ കാര്യം നിങ്ങൾ നോക്കിയുള്ളൂ. വ്യവസായികളുടെ നിങ്ങൾ ഒരു 50 വ്യവസായികളുടെ യോഗം വിളിച്ചിട്ട് ചോദിച്ചു നോക്കൂ എന്തൊക്കെ പ്രശ്നങ്ങളാണ് കേരള വ്യവസായി ബന്ധപ്പെട്ടുള്ളതെന്ന്. 80% ആൾക്കാർ UDFൻ്റെ കാലത്തെ അപേക്ഷിച്ച്, ഞാൻ പറഞ്ഞത് കേരളം വ്യാവസായിക സൗഹൃദ സംസ്ഥാനമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, ഇപ്പോൾ കർണാടകയിലും തെലുങ്കാനയിലും പിന്നെ തമിഴ്നാടിനെയൊക്കെ വെച്ച് അപേക്ഷിച്ച് അതിനേക്കാളും വ്യവസായ സൗഹൃദമായി കേരളം മാറിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമ്മളൊരു 50 വ്യവസായികളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ വ്യവസായ സംവിധാനം എന്ന് ചോദിച്ചാൽ അതിനകത്ത് 45 പേരും കഴിഞ്ഞ 2011-16 കാലത്തെ ഇതിനേക്കാളും നല്ല വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്ന സമ്മേളനത്തിലേക്കാണ് ഇപ്പോഴത്തെ വ്യവസായികളുടെ അവസ്ഥ വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് എല്ലാവിധ അടിസ്ഥാന വികസനങ്ങളും നമ്മൾ കിഫ്ബിനെ കുറിച്ച് എല്ലാ കാലത്തും കുറ്റം പറഞ്ഞിരുന്നു. തുടങ്ങിയ കിഫ്ബി എന്താ തട്ടിപ്പാണ്, മസാല ബോണ്ടാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞോണ്. ഇപ്പോൾ കിഫ്ബിനെ കുറിച്ച് പറയുന്ന കാലത്ത് എന്താ? കിഫ്ബിനെ കുറിച്ച് കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരു 100% എന്നൊന്നും പറയണ്ട, 70% വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായും ഹൈടെക്കായി മാറി എന്നുള്ളതാണ്. മാറാൻ
കിഫ്ബിനെ കൊണ്ട് കഴിഞ്ഞു. കാരണം എന്താ, 1000 കോടി രൂപയുടെ അടിസ്ഥാന വികസനത്തിലുള്ള ഫണ്ട് കണ്ടെത്താൻ ഒരു 1,00,000 കോടി രൂപയുടെ അടിസ്ഥാന വികസനത്തിലുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടി കിഫ്ബിക്ക് കഴിയും. അത് ചിലവാക്കാനും കഴിഞ്ഞു. ഈ മലയോര ഹൈവേകൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. കേരളത്തിലെ പല ഭാഗങ്ങളിലെ മലയോര ഹൈവേകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ മലയോര ഹൈവേകളെല്ലാം ഇപ്പോൾ എന്താണ്, കണ്ണാടി പോലെ കിടക്കുകയാണ്. കണ്ണാടി പോലെ കിടക്കാൻ കാരണം എന്താ, അവിടെ ഒരു അടിസ്ഥാന വികസനം വന്നു എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ഈ വികസനത്തെ മാറ്റി നിർത്തിയാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ പറയട്ടെ. കോൺഗ്രസിന് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഒരു സീറ്റാണുള്ളത്, കണ്ണൂർ ജില്ലയിൽ 2 സീറ്റാണുള്ളത്, കോഴിക്കോട് ജില്ലയിൽ 1 സീറ്റാണുള്ളത്, മലപ്പുറം ജില്ലയിൽ 2 സീറ്റാണുള്ളത്, തൃശ്ശൂർ ജില്ലയിൽ 1 സീറ്റാണുള്ളത്. ആകെ ഈ കോൺഗ്രസ് പിടിച്ചു നിൽക്കുന്ന എറണാകുളം ജില്ലയിൽ 7 സീറ്റ് വെച്ചിട്ടാണ്. മറ്റുള്ള ജില്ലകളൊക്കെ നോക്കിയാൽ വിരലിലാണ്. പല ജില്ലകളിലും കോൺഗ്രസ് ഇല്ല. ഞാൻ ഈ കോൺഗ്രസിൻ്റെ അവസ്ഥ വെച്ചിട്ട് പല ജില്ലകളിൽ MLA-മാരില്ലാത്ത മണ്ഡലങ്ങളിൽ ചെന്ന് അന്വേഷിക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. കോൺഗ്രസിന് MLA-മാരില്ലാത്ത മണ്ഡലങ്ങളിൽ ചെന്ന് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അന്വേഷിച്ചാൽ പിണറായി വിജയൻ സർക്കാർ മൂന്നാമത് അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നറിയാം. പല സ്ഥലങ്ങളിൽ ബൂത്ത് കമ്മിറ്റികളില്ല, പല സ്ഥലങ്ങളിലും മണ്ഡലം കമ്മിറ്റികളില്ല, പല സ്ഥലങ്ങളിലും പ്രവർത്തനം നടക്കുന്നില്ല, പല സ്ഥലങ്ങളിലും DCC പ്രസിഡന്റ് പോലും നിഷ്ക്രിയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പല ജില്ലകളിലേക്ക് പ്രായാധിക്യത്തിൻ്റെ പുറത്തിരിക്കുന്ന DCC പ്രസിഡന്റുമാരാണുള്ളത്. ഇതാണ് പാലോട് രവി അന്ന് തിരുവനന്തപുരത്ത് പറഞ്ഞത്. കാരണം എന്താണ്, ഇത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കന്മാരോടാണ്. ഇങ്ങനെയുള്ള ഒരു കോൺഗ്രസിനെ വെച്ചിട്ട് ഇതുവരെ അടിസ്ഥാന കേഡ സ്വഭാവത്തിൽ പ്രവർത്തിച്ചു വരുന്ന CPM-നെ പോലെയുള്ള ഒരു പാർട്ടി, ആ പാർട്ടിക്ക് എങ്ങനെ ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റുമെന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. വേറെ കഥകളൊന്നും പറയാൻ നിൽക്കണ്ട. അങ്ങനെ ജയിച്ച് കയറാൻ ഇല്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണ്, ഒരു ഇലക്ഷൻ വരുമ്പോൾ ഞാൻ ഇനി വ്യക്തമായിട്ട് പറയാം. ഇതേതാ ദിവസം? ഇത് ഒക്ടോബർ ആയില്ലേ? നാളെ ഒക്ടോബർ 2 അല്ലേ? ഇന്ന് ഒക്ടോബർ 1. ഡിസംബർ മാസത്തിൽ ഒക്ടോബർ 2, 3, 4 ഉള്ളിൽ 20-ാം തീയതിക്കുള്ളിൽ പഞ്ചായത്ത് ഇലക്ഷൻ പൂർത്തീകരിച്ച് പുതിയ ഭരണസമിതി വരണം. എത്ര ദിവസമുണ്ട്? 60 ദിവസമുണ്ട്. കോൺഗ്രസ് എന്തെങ്കിലും ഒരു പണിയെടുക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ കേരളത്തിൽ? ഈ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കിയുള്ളവരുടെ പണിയൊക്കെ കാണുന്നുണ്ടോ? പിരിവിനുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത് അല്ല, പണി എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ കാണാത്തത് കാണില്ല എന്ന് തന്നെ പറയുള്ളൂ. കാണാത്തത് ഉണ്ടെന്ന് പറയാൻ കഴിയില്ലല്ലോ. കാണില്ല എന്നല്ലേ പറയുള്ളൂ. കാരണം ഞാൻ കണ്ടിട്ടില്ല ഒരു സ്ഥലത്തും അങ്ങനെ ചെയ്യുന്നത്. കാരണം ഞാൻ കോൺഗ്രസിനെ മോശമായിട്ട് പറയല്ല കേട്ടോ. ഞാനെന്താ പറയുന്നത് അറിയാം, പല ബൂത്ത് കമ്മിറ്റികളിലും പ്രവർത്തിക്കുന്നില്ല എന്ന്. കാരണം ബൂത്ത് കമ്മിറ്റികളിൽ പോയി പ്രവർത്തിക്കണം. വാർഡ് കമ്മിറ്റികൾ പ്രവർത്തിച്ചാൽ മാത്രമേ വാർഡ് ഇലക്ഷനിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ അങ്ങനെയല്ല CPM. കേരളത്തിൽ 28,000 30,000 അങ്ങോട്ട് പഞ്ചായത്ത് വാർഡ് കമ്മിറ്റികളാണ് അല്ലേ? ഏതെങ്കിലും ഒരു പഞ്ചായത്ത് CPM ഇല്ലാത്തൊരു സ്ഥലമുണ്ടോ? ലോക്കൽ കമ്മിറ്റി ഇല്ലാത്തൊരു സ്ഥലമുണ്ടോ? ഒരു പഞ്ചായത്ത് പറ, ഒരു ഏരിയ പറ. അവിടെ ലോക്കൽ കമ്മിറ്റി ഉണ്ടാവും, അവിടെ ബ്രാഞ്ച് കമ്മിറ്റി ഉണ്ടാവും, ലോക്കൽ കമ്മിറ്റി ഉണ്ടാവും, ബ്രാഞ്ച് കമ്മിറ്റി ഉണ്ടാവും, ഏരിയ കമ്മിറ്റി ഉണ്ടാവും. അതുപോലെ ഈ കോൺഗ്രസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു 50 മണ്ഡലങ്ങൾ എടുത്ത് മുന്നോട്ട് വരാം. 50 മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളിലൊന്നും മണ്ഡലം കമ്മിറ്റി പോലും പ്രോപ്പറല്ല. പറയുന്നത് പിന്നീടാണല്ലോ പിന്നെ ജില്ലാ കമ്മിറ്റിയിലേക്ക് DCC-യിലേക്കൊക്കെ വരുന്നത്. അതുപോലും പ്രോപ്പറല്ല. പിന്നെ ഇതെങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുക? എല്ലാ കാലത്തും കോൺഗ്രസ്സിന് ചില മാധ്യമ സംവിധാനങ്ങളുടെ സപ്പോർട്ടോടുകൂടി താളത്തിൽ വെച്ച് കൊടുക്കും. ഇത് അന്നാ പിടിച്ചോ നിങ്ങൾ എന്നിട്ട് അത് മേടിച്ച് കയ്യിൽ വെച്ചിട്ട് അത് പ്രോപ്പറായി ഭരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇത് മുഴുവൻ എല്ലാ കാലത്തും കോൺഗ്രസ് സംഭവിക്കാറും. കോൺഗ്രസ് താഴെ പോകാറും അങ്ങനെ തന്നെയാണ്. ഈ പ്രാവശ്യം അതിന് വലിയ മാറ്റങ്ങളില്ല. അതെന്തുകൊണ്ടാണ് മാറ്റങ്ങളില്ലാത്ത? ഞാനിത് പറയാം. ഈ ഒരു സമരകാലത്ത്, ഒരു ഇലക്ഷനോട് ചേർന്ന് നിൽക്കുന്ന കാലത്ത് ശക്തമായി പ്രവർത്തിക്കേണ്ട സംവിധാനം എന്താ? ആ സംവിധാനം യൂത്ത് കോൺഗ്രസ് അല്ലേ? യുവജന സംഘടനകളല്ലേ? യുവജന സംഘടനയ്ക്ക് ഒരു സംസ്ഥാന അധ്യക്ഷനില്ലാന്ന് ഇപ്പം ഒരു നേതാവിന് ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമാണല്ലോ ഈ ഇലക്ഷന് തൊട്ട് മുൻപല്ലേ സമര പരമ്പരകൾ നടക്കുക അല്ലേ? സമര പരമ്പരകൾ എന്തെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ടോ? നീ കാരണവന്മാരെ ഇറങ്ങി നിന്നിട്ട് സമരം നടത്താൻ പോകില്ലോ. അവർക്ക് ജാഥ വിളിക്കാനും ജാഥയ്ക്ക് കൂട്ടുനിന്ന് കൊടുക്കാനേ പറ്റുള്ളൂ. സെക്രട്ടേറിയറ്റ് സമരങ്ങൾ, കളക്ട്രേറ്റ് സമരങ്ങൾ, SP ഓഫീസ് സമരങ്ങൾ, അതുപോലെയുള്ള സമരങ്ങൾ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അതിന് യൂത്ത് കോൺഗ്രസ് ഇറങ്ങണ്ടേ? യൂത്ത് കോൺഗ്രസ് ഇറങ്ങുന്നുണ്ടോ? യൂത്ത് കോൺഗ്രസ്സിന് ഇറങ്ങാൻ കഴിയുന്നുണ്ടോ? എവിടെയാണ് പോയി കിടക്കുന്നത്? പോയി പെട്ടു. സിമ്പിളായി പറഞ്ഞാൽ പോയി പെട്ടു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുക. ഇപ്പം ഇനി ഉദാഹരണം പറയാം, പിണറായി വിജയൻ സർക്കാർ എന്തെങ്കിലും ഒരു അഴിമതി ചെയ്തു എന്ന് വെക്കുക, അതുപോലെ എക്സ്പോസ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, ചെയ്തു എന്ന് വെക്കുക, അതുപോലെ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കോൺഗ്രസിൻ്റെ ഒരു നിഷ്ക്രിയ അവസ്ഥയാണ്. ഇത് തന്നെയാണ് BJP-യിലും കേട്ടോ, ഇത് തന്നെയാണ് BJP-യിലും. അപ്പോൾ സത്യം പറഞ്ഞാൽ CPM-ൻ്റെ ഏറ്റവും നല്ല കാലമാണ്. കാരണം എന്താണ്? അതുപോലെ പ്രതിപക്ഷത്തെക്കൂടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മതി. CPM-നെ സംബന്ധിച്ചിടത്തോളം നല്ല ഭരണം മുന്നോട്ട് പോകുന്നു. അഴിമതി രഹിതമായിട്ടുള്ള മന്ത്രിമാരാണ് കേരളത്തിലുള്ളത്. അറിയോ? ഒരഴിമതി ആരോപണം ഈ 5 വർഷമായിട്ട് മുന്നോട്ട് വെക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഒരഴിമതി ആരോപണം പോലും ഒരു പ്രധാനപ്പെട്ട മന്ത്രിയെ പോലും രാജിവെപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ കേരളത്തിൽ.
ഒന്നും പറ്റിയിട്ടില്ല. എന്താണ് 2016 ഈ 41 സീറ്റിലേക്ക് ഒതുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസ് തീർന്നു എന്ന് വിചാരിച്ച് അവർ പഠിച്ചു വന്നപ്പോഴത്തേക്കായി മാറി. പിന്നെന്താ 2011 തുടങ്ങി 2016 തുടങ്ങി 2021 വരെയുള്ള മന്ത്രിമാരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ആൾക്കാരെ വെച്ചു, യുവജനങ്ങളായിട്ടുള്ള മന്ത്രിമാരെ അതിന്റെ തലപ്പത്തേക്ക് വിടും. അതെന്താ പറഞ്ഞത്? ആരോപണം ഇല്ലെന്നാണോ തെളിയിച്ചില്ല? തെളിയിക്കണ്ടേ? ഇന്ന് വാർത്താ സമ്മേളനത്തിൽ GST അഴിമതിയുടെ വലിയ കണക്കുകൾ ഇന്ന് കേന്ദ്രമാണ് ഭരിക്കുന്നത്, കേരളത്തിൽ അല്ല കേരളം അന്വേഷിച്ചിട്ടില്ല, സാധാരണക്കാരെ കാര്യത്തിൽ സഹായിക്കുന്നില്ല എന്നാണ് വാർത്താ സമ്മേളനം പറഞ്ഞത്. 200 കോടി സംസ്ഥാനത്തുണ്ടായിരുന്നില്ല. ഒറ്റ കാര്യം പറയട്ടെ, ഈ ഭരണത്തിന്റെ വലിയ വികസനവും നേട്ടമൊക്കെ പറയുന്ന സമയത്താണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഇപ്പൊ പറയുന്ന സിറ്റിംഗ് സീറ്റ് എന്ന് പറഞ്ഞാലും സിറ്റിംഗ് സീറ്റ് പോകാമല്ലോ. നിലമ്പൂരും പോയിരിക്കുന്നു, സിറ്റിംഗ് സീറ്റ് പോകണമല്ലോ. സിറ്റിംഗ് സീറ്റ് പോകണം. ഞാൻ പറയാതാണ് 99 സീറ്റില് CPM അധികാരത്തിൽ വന്ന സമയത്ത് കിട്ടാത്ത സീറ്റുകളാണ് ഇവരിൽ കോൺഗ്രസിന്റെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? അത് കോൺഗ്രസിന്റെ കുത്തകളാണ്, കോട്ടകളാണ്. ആ സീറ്റ് പിടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ CPM-ന് 99 കിട്ടിയപ്പോൾ കഴിഞ്ഞിട്ടില്ല. ആ സ്ഥലങ്ങളിൽ പിന്നെ തിരിച്ച് അധികാരത്തിൽ വന്നു എന്ന് പറയും. നിങ്ങൾ സിമ്പിളായിട്ട് പറയാം, തൃക്കാക്കര 1% ഉണ്ടോയെന്നല്ല ഞാൻ വിചാരിക്കുന്നില്ല. 1% സാധ്യത പോലും CPM-ന് ഇല്ലാത്ത സ്ഥലമാണ്. പുതുപ്പള്ളി 1% പോലും സാധ്യത ഇല്ലാത്തതാണ്. പാലക്കാട് 1% പോലും സാധ്യതയില്ല. കാരണം ഞാൻ പറഞ്ഞു അവിടെ വികസനം എത്താതുകൊണ്ടല്ലാന്നേ. പാലക്കാട് BJP നമ്മൾ റിയാലിറ്റി പറഞ്ഞിട്ട് അനുകൂല സംവിധാനമാണ് കോൺഗ്രസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ചേലക്കര കിട്ടണ്ടായിരുന്നോ? കിട്ടിയോ? ചേലക്കര എങ്ങനെയാണ് വിജയിച്ചത്? മുഹമ്മദ് പറയുന്ന ഒരാളുടെ കുത്തക മണ്ഡലത്തില് ഈ PV അൻവറിന്റെ കഴിവ് കൊണ്ട് പിടിച്ചെടുത്ത ഒരു മണ്ഡലം, അതാ നമ്മൾ റിയാലിറ്റി ആണല്ലോ പറയേണ്ടത്. പിടിച്ചെടുത്തൊരു മണ്ഡലം PV അൻവർ അവിടുന്ന് പോയി കോൺഗ്രസിന് അനുകൂലമായിട്ട് നിന്നില്ല, മാറി നിന്ന് മത്സരിക്കുന്ന സമയത്ത് അവിടെ കോൺഗ്രസേ ജയിക്കുള്ളൂ. അതിന് വലിയ മാറ്റമൊന്നും പറയില്ല. ഞാൻ പറഞ്ഞത് കിട്ടണമായിരുന്നെങ്കിൽ കോൺഗ്രസ് അനുകൂല ട്രെൻഡ് കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കിട്ടേണ്ടിയിരുന്ന മണ്ഡലം ചേലക്കരയാ, കിട്ടിയിട്ടില്ല. അപ്പം നമ്മളിത് പറഞ്ഞിട്ട് പോകേണ്ടത് എന്താണ്? നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. മുന്നത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് എത്ര വോട്ട് കുറഞ്ഞിട്ടാണ്? ഞാൻ എന്താ പറയുന്നത് അറിയോ? നിങ്ങളെ കൊണ്ട് കാസർഗോഡ് ജില്ലയിൽ എത്ര സീറ്റ് പിടിക്കാൻ പറ്റും? കണ്ണൂർ ജില്ലയിൽ എത്ര സീറ്റ് പിടിക്കാൻ പറ്റും? വയനാട് ജില്ലയിൽ എത്ര സീറ്റ് പിടിക്കാൻ പറ്റും? കോഴിക്കോട് ജില്ലയിൽ എത്ര സീറ്റ് പിടിക്കാൻ പറ്റും? മലപ്പുറം ജില്ലയിൽ എത്ര സീറ്റ് പിടിക്കാം? ഇത് പറ കണക്ക്. ആ കണക്ക് പറയാൻ ഞാൻ എടുത്ത് മുന്നോട്ട് വെച്ചാൽ ഓരോ മണ്ഡലം എണ്ണിയെ വിളിച്ചുതരാം. കോൺഗ്രസിന് കിട്ടുന്നത് 0 ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം അവിടെയൊന്നും ഒരു സംവിധാനമില്ല. പത്തനംതിട്ടയിലൊന്നും DCC കമ്മിറ്റികൾ ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്ത് ചില ദിവസങ്ങളിലാണെന്ന് പറയുന്നത്. സത്യമായിട്ട് ഞാൻ പറയാം. അവിടെ പറയുന്ന ആരെന്ന് പറയാം, PJ കുര്യൻ എന്ന് പറഞ്ഞാൽ അവിടെ തലതൊട്ട നേതാവിൻ്റെ പേരാ. അദ്ദേഹമാണ് പറയുന്നത് അവിടെ പല സ്ഥലങ്ങളിലും ബൂത്ത് കമ്മിറ്റിയിലും മണ്ഡലം കമ്മിറ്റികളും വർക്ക് ചെയ്യുന്നില്ല എന്ന്. പാലോട് രവി എന്ന് പറയുന്നത് DCC പ്രസിഡന്റാ. അദ്ദേഹമാണ് പറയുന്നത് എന്ത് അവിടെയുള്ള ബൂത്ത് കമ്മിറ്റിയിൽ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്ത് ഇതാരും CPM-മാരും കോൺഗ്രസ്സുകാരല്ല പറയുന്നത്, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് പറയുന്നത് തന്നെ. അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ നമുക്ക് ഞാനതുകൊണ്ട് റിയാലിറ്റി വെച്ചിട്ട് പറയുന്നു എന്ന് പറയുന്നത്. പല ജില്ലകളിലും പല മണ്ഡലങ്ങളിലും പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു കോൺഗ്രസിന് അധികാരത്തിൽ വരല് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. പിന്നെ വലിയ മിറാക്കിൾ സംഭവിക്കണം. ആ മിറാക്കിൾ സംഭവിക്കണമെങ്കിലോ കോൺഗ്രസ് നേതാക്കന്മാരെ ഇറങ്ങി പണിയെടുക്കണം. വീട്ടിലിരുന്ന് കോൺഗ്രസ് നേതാക്കന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയും എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ ചീത്ത പറയുകയും ചെയ്തിട്ട് കിട്ടാൻ പോകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു നേതാവ് CPM-ൻ്റെ പ്രശ്നം എന്താ? ഒരനുകൂലമായ പാർട്ടി ഒരു നിലപാടെടുത്ത് ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോകും. കോൺഗ്രസിന്റെ അവസ്ഥ എന്താ അറിയോ? പാർട്ടി ഒരു നിലപാടെടുത്താൽ അതിന്റെ 5 അഭിപ്രായങ്ങൾ വേറെയാണ്. അതുകൊണ്ടാണ് അധികാരത്ത് വരാത്തത്. അതുകൊണ്ടാണ് വളരുന്നത്. നിലപാടുണ്ടാവണം പാർട്ടിയായിട്ടുണ്ടെങ്കിൽ. DCC അധ്യക്ഷൻ പറയുന്നത് കേൾക്കാനുള്ള മാന്യതയും ബഹുമാനവും പാർട്ടി നേതാക്കന്മാർ കാണിക്കണം. അതാണ് ഞാൻ പറയുന്നത്. രാഹുൽ ഗാന്ധി ബീഹാറിൽ യാത്ര നടത്തുമ്പോൾ ഇവിടെ BD കമ്പനി ഒന്ന് പോസ്റ്റ് ഇടുകയാണ്. പിന്നെ എങ്ങനെയായി പാർട്ടി നന്നാവുക? രാഹുൽ ഗാന്ധി എന്തുകൊണ്ടിട്ട് ഈ പറഞ്ഞ വോട്ട് ചോദിക്കെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുക BJP-ക്കെതിരെ. അപ്പോൾ അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് ഈ സംസ്ഥാനത്ത് എന്താണ്? KPCC പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറയും. രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റി നിർത്തിയിരിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി എന്താ ഇദ്ദേഹമായിട്ട് ബന്ധമില്ല? അപ്പോഴത്തേക്കും മറ്റ് നേതാക്കന്മാർ പോയി ഇപ്പോൾ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ചില ആൾക്കാർ കൂട്ടിക്കൊണ്ട് നടക്കുകയാണ്. ഇതാണോ നിലപാട് സ്വീകരിച്ചോളൂ. ഒരു നിലപാടായിരിക്കും. അത് പാർട്ടിയുടെ നിലപാടായിരിക്കണം, അത് നേതാവിന്റെ നിലപാടായിരിക്കണം. നമ്മുടെ വിഷയം NSS കൊണ്ട് CPM അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ആദ്യം ഞാൻ പറഞ്ഞത്. NSS കൊണ്ടോ SNDP കൊണ്ടോ അല്ല CPM പോലെയുള്ള പാർട്ടികൾ അധികാരത്തിൽ വന്നിട്ടുള്ളതെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അതിന്റെ ഒരു സപ്പോർട്ടും കൂടെ കൂടുതൽ കിട്ടിയാലുണ്ടല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് പോകും.
ഇപ്പം നോർമലി ജയിക്കാനുള്ള ഇവർ രണ്ടുപേരുടെയും സപ്പോർട്ടില്ല. ഇപ്പം ഞാൻ NSS എന്ന് പറയുന്നവരാ സുകുമാരൻ നായരാണല്ലോ, സുകുമാരൻ നായരുടെ സപ്പോർട്ടും SNDP ആയ വെള്ളാപ്പള്ളി നടേശൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ തന്നെ CPM അധികാരത്തിൽ വരും. ഇവരുടെ സപ്പോർട്ടും കൂടെ കിട്ടിയാൽ കൂടുതൽ വിജയത്തിലേക്ക് വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് കോൺഗ്രസിന് ഈ പറഞ്ഞ സംവിധാനം ഒന്നും ഇല്ലതാനും ഇവരുടെ ഒരു സപ്പോർട്ട് ഇല്ലതാനും. ഇപ്പം നിങ്ങൾ പറയുന്നതാണെങ്കിൽ ഇപ്പം സുകുമാരൻ നായരുടെ സപ്പോർട്ടില്ലല്ലോ കോൺഗ്രസ്സിന്, SNDPൻ്റെ വെള്ളാപ്പള്ളി നടേശൻ്റെ സപ്പോർട്ടും ഇല്ല. അത്ര ഇവിടെ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ കുറയ്ക്കണ്ടേ? അവിടെ കുറയ്ക്കുന്നില്ലല്ലോ. അവിടെ കിട്ടുമെന്ന് പറയും, ഇവിടെ കിട്ടിയാൽ കിട്ടൂല എന്ന് പറയും. അതവിടുത്തെ ന്യായമാണ്. എന്റെ നിലപാട് നണ്ണാണെന്നാണ്. NSS കൊണ്ട് അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല. ഉണ്ടായെങ്കിൽ അത് കോൺഗ്രസിനെ ഉണ്ടായിട്ടുള്ളൂ, CPM അല്ല ഉണ്ടായിട്ടുള്ളത്. ഉണ്ടായത് കോൺഗ്രസിനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CPM അധികാരത്തിൽ വന്ന സമയങ്ങളിലൊന്നും ഇവരുടെ ആരെയും സപ്പോർട്ട് കൊണ്ടല്ല. പക്ഷേ ഇപ്പം എന്താണ്, ഇപ്പം NSS ഞാൻ പറഞ്ഞത് ശബരിമലയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്ന് NSS വിശ്വസിച്ചിരുന്ന സുകുമാരൻ നായർ തന്നെ CPM അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് വലിയ മാറ്റമാണ്. കാരണം കോൺഗ്രസിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് NSS സുകുമാരൻ നായർ അല്ലേ. താക്കോൽ സ്ഥാനം വേണമെന്ന് പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായ പാർട്ടിയാണ് കോൺഗ്രസ് അല്ലേ. അപ്പോൾ അവർ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട ആളാണ്. ആ ഇടപെട്ട ആൾ വരെ അവിടുന്ന് പരിപാടി നിർത്തിയിട്ട് ആരടുത്തേക്ക് വന്നു? ഈ പറയുന്ന CPM അനുകൂലമായി വന്നു, ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നു. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, ലൈസൻസിങ് ഓഫീസർമാരില്ല, ലൈസൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൽ ആൾക്കാരില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് ആരോട് പറയും? അതാരാണ് ഈ എന്താണ് വീട്ടിൽ പരിപാടിയെല്ലാം നിർത്തി വീട്ടിലിരിക്കുന്ന പത്തനംതിട്ടയിലെ PJ കുര്യനോട് പോയി പറയണോ? അതാണ് പറയും. ഇവിടെ പ്രതിപക്ഷ നേതാവില്ലേ, ഇവിടെ KPCC പ്രസിഡന്റുമാരില്ലേ, ഇവിടെ KPCC വൈസ് പ്രസിഡന്റുമാരില്ലേ, ആരുമില്ലേ, MLA മാരില്ലേ? അവർക്ക് വേറൊരാൾ ഇറങ്ങേണ്ടി വരുന്നു. പരിപാടി നിർത്തി ഞാനതാ സ്വസ്ഥമായി വീട്ടിലേക്ക് ഒതുങ്ങിയ ആൾ തിരിച്ചു വന്ന് കഥ പറയേണ്ട അവസ്ഥ വരും. ചോദ്യം, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പിന്തുണ ഉള്ളതുകൊണ്ടോ SNDPയുടെ പിന്തുണ? അതൊരിക്കലും ഇല്ല സാർ. അങ്ങനെ ഉള്ളതുകൊണ്ട് കൂടുതലേ ഉള്ളൂ. അങ്ങനെ കിട്ടിയാൽ അവരുടെ സപ്പോർട്ടും കൂടെ കിട്ടിയാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ വിജയത്തിലേക്ക് വരുമെന്ന് ഞാൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ. അപ്പം ജില്ലാ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് വികസിക്കാൻ പറ്റുന്നുണ്ടോ? ഇനി ഒരൊറ്റ ഉദാഹരണം കൂടെ പറയാം. ഇത് ആരാ നയിക്കേണ്ടത്? DCC അധ്യക്ഷന്മാരല്ലേ. DCC അധ്യക്ഷന്മാരെ മാറ്റാൻ തുടങ്ങിയിട്ട് ഒരു വർഷമാകുമ്പോൾ കേട്ടോ. നാളെ മാറ്റും, മറ്റന്നാൾ മാറ്റും. അത് കഴിഞ്ഞ് ഡൽഹിയിൽ യോഗം, കൊച്ചിയിൽ യോഗം, ഡൽഹിയിൽ എല്ലാവരും കൂടെ പോയി ഒന്നിച്ചിരുന്ന് യോഗം നടത്തുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അടിച്ച് പിരിഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ അതോടുകൂടി അവസാനിച്ചു. അവരെ മാറ്റിയിട്ട് വേണം താഴേക്ക് മാറ്റാൻ കേട്ടോ. ഇനി ഇന്നലെ കഴിഞ്ഞ ആഴ്ച തീരുമാനം എടുത്തു. കോൺഗ്രസിലെ ACCയുടെ തീരുമാനം എന്താ അറിയോ? കേരളത്തിലെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടാൽ മാത്രം കേരളത്തിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം പരിപാടി നിർത്തി. ഇനി ഇലക്ഷൻ ആയതുകൊണ്ട് ഇനി പുനഃസംഘടന ഇല്ല. കേരളത്തിലെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടാൽ അവിടെ നിർത്തുന്നില്ല, അവിടെ ഒരു നിലപാടെടുക്കുന്നില്ല. എന്തുകൊണ്ട് നിലപാടെടുക്കാതെ? ഇനി അങ്ങനെ അല്ലെങ്കിൽ നിലപാട് പറയണം. ഇനി എന്താ, ഇലക്ഷൻ തീരുന്നത് വരെ പുനഃസംഘടന ഇല്ല. ബാക്കിയുള്ളവർക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോഴുള്ളവർക്ക് പോലും വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്നെ മാറ്റുമോ എന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ നിലപാടിൻ്റെ പ്രശ്നം കൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ വരാത്തത്. അല്ല, ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും ചിലപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നോട്ടെ. ആത്മവിശ്വാസം ഗുണം ചെയ്യുന്നുള്ളതാണ് 100%. ശരി. Meet the editors.